ഹായ് ഓൾ, എല്ലാവർക്കും താജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇത് വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിന് വാഴക്കുടപ്പെന്ന് പറയും, വാഴത്തട്ടാന്ന് പറയും, ഇനിയിപ്പോൾ എന്തൊക്കെ പേര് വിളിച്ചാലും സാധനം ഇതാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതങ്ങ് പൊടിയായി അരിഞ്ഞെടുക്കണം. ഇത് ഞാനിത് കണ്ടില്ലേ, ഇത് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ പോവും. ഇപ്പം അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ലെങ്കിലും കറയുടെ ചുവ വരത്തൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 4-5 ചുവന്നുള്ളി, 2-3 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഒതുക്കി എടുത്തിട്ട് വരാം. ഇനി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് 2 വറ്റൽമുളകും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ വാഴത്തട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സബോളയും കൂടെ ചേർത്ത് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടണം. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പൊടിയായി അരിഞ്ഞതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കുടപ്പൻ്റെ തോരൻ ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതിലേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പം ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.